ഹായ് എല്ലാവർക്കും മിലു കിച്ചണിലേക്ക് നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചീസി ഗാർലിക് ബ്രെഡാണ്. നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ ഉള്ള ഒരു ഗാർലിക് ബ്രെഡാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1/4 കപ്പ് ചെറിയ ചൂടുവെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എടുത്ത് വെച്ചിരുന്ന മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഈസ്റ്റും പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. മൈദമാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാൻ പാടില്ല. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് 1 മണിക്കൂർ ഇതൊന്ന് പൊങ്ങി വരണം. അതിനുവേണ്ടി ഒരു 1 മണിക്കൂർ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്കോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ എയറൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറുതായി അരിഞ്ഞതും കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. എന്നിട്ടത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനായിട്ടുള്ള ഓവൻ പ്ലേറ്റിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡോവ് ഇതിലോട്ട് വെച്ചൊന്ന് കൈ കൊണ്ട് പരത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡോ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മല്ലിയിലയും ഗാർലിക്കും എല്ലാം കൂടെ നമുക്ക് ഈ ഡോവിൻ്റെ ഒരു സൈഡിലോട്ട് മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മോസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യാം. നമുക്കതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബാക്കി വന്ന ആ മല്ലിയിലയും ആ ഗാർലിക്കും എല്ലാം കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ അതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ക്ലോസ് ചെയ്യാം. നന്നായിട്ട് ജോയിൻ്റ് ആക്കണം. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ സ്പ്രിങ്കിൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഒരു നൈഫ് എടുത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഒന്ന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 180 ഡിഗ്രി തന്നെ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ടാണ് ഇവിടെ ഗാർലിക് ബ്രെഡ് റെഡിയായി വന്നിട്ടുള്ളത്. ഇത് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിപ്പോൾ നിങ്ങൾക്ക് മോസറല്ല ചീസ് ഇല്ലെങ്കിൽ അതിടാതെ നിങ്ങൾക്ക് ഗാർലിക് ബ്രെഡ് തയ്യാറാക്കി നോക്കാവുന്നതാണ്.
ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കോമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നല്ല ചീസി ആയിട്ട് നമ്മുടെ ഗാർലിക് ബ്രെഡ് വന്നിട്ടുണ്ട്. അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.